പെരുമ്പാവൂരിന്റെ ഭാവി വികസനത്തിനായി എം.എൽ.എ. മനോജ് മൂത്തേടന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിഷൻ പെരുമ്പാവൂർ കോൺക്ലേവ് ശ്രദ്ധേയമായി. വികസന നിർദ്ദേശങ്ങളുമായി വിവിധ മേഖലകളിലെ വിദഗ്ധരും ജനപ്രതിനിധികളും പങ്കെടുത്ത കോൺക്ലേവ് ചാലക്കുടി എം.പി. ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിഷൻ പെരുമ്പാവൂർ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. പൊതുസമൂഹത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെയും ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായികൾ, രാഷ്ട്രീയ പ്രമുഖർ തുടങ്ങിയവരുടെയും അഭിപ്രായങ്ങൾ കേട്ടറിഞ്ഞ് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിലൂടെ ഒരു വലിയ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് എം.എൽ.എ. മനോജ് മൂത്തേടന്റെ നേതൃത്വത്തിൽ ഇതുപോലൊരു കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിഷൻ പെരുമ്പാവൂർ കോൺക്ലേവ് ചാലക്കുടി എം.പി. ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പാവൂരിന്റെ ഒരു പൈതൃകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തടി വ്യവസായവുമായി ബന്ധപ്പെട്ട് ഏഷ്യയിൽ അറിയപ്പെട്ട ഒരു സംസ്ഥാനം, ഒരു പ്രദേശമാണ് പെരുമ്പാവൂർ. ഏഷ്യയിൽ അത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു. അന്നത്തെ തടി വ്യവസായത്തിന്റെ സ്വഭാവം മാറി, ഇന്നത് പ്ലൈവുഡ് മേഖലയിലേക്ക് കടന്നു. പക്ഷെ ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയാണ് ഈ പ്രാവശ്യം ഗവൺമെന്റ് ഒരു ഫർണിച്ചർ ഹബ്ബ് തുടങ്ങുമ്പോൾ അത് പെരുമ്പാവൂരിൽ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ന നിർദ്ദേശം വെച്ച് അതിനൊരു 10 കോടി രൂപ ബഡ്ജറ്റ് പ്രൊവിഷൻ മാറ്റിവെച്ചിട്ടുണ്ട്. അപകട മേഖലകളിലേക്ക് ഫയർഫോഴ്സിനും ആംബുലൻസുകൾക്കും കടന്നു ചെല്ലുവാനാകാത്ത വിധം പെരുമ്പാവൂർ നഗരത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക്, ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് വെള്ളം ശേഖരിക്കുവാനുള്ള പോയിന്റുകൾ ക്രമാതീതമായി കുറഞ്ഞ വിഷയങ്ങൾ, നഗരത്തിൽ അധികരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയോര കച്ചവടം, അതിഥി തൊഴിലാളികളുടെ വരവ് പോക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന ഡോക്ടർമാരുടെ അഭിപ്രായങ്ങൾ എന്നിവയെല്ലാം കോൺക്ലേവിൽ ചർച്ചയായി. നമ്മൾ 1980കളിലും 90കളിലും നമ്മുടെ ഈ പെരുമ്പാവൂർ നഗരത്തിൽ 25ഓളം വാട്ടർ പൈപ്പ് ലൈനിൽ നിന്നുള്ള ഹൈഡ്രന്റ് പോയിന്റുകൾ ഉണ്ടായിരുന്നു. അത് ഡയറക്റ്റ് വെള്ളം ശേഖരിക്കുന്നതിന് ഒരു ഫയറോ മറ്റോ ഉണ്ടായാൽ ടൗണിൽ തന്നെ വെള്ളം ശേഖരിക്കുന്നതിന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഈ 2026 ആകുമ്പോഴും അതിൽ ഏകദേശം വാട്ടർ അതോറിറ്റിയുടെ കടുവാളിലുള്ള ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കി ഒരു പോയിന്റ് പോലും നിലവിലില്ല എന്നുള്ള ദുഃഖകരമായ അവസ്ഥ ഞാൻ പറയുകയാണ്. ലൈസൻസ്ഡായ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി നൽകിയിരിക്കുന്നതായ അവരെ കച്ചവടം ചെയ്യുന്നുള്ള കാർഡ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പലരും അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് പല രീതിയിലുള്ളതായ കച്ചവടം നടക്കുന്നത്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്ട്രീറ്റ് വെൻഡിങ് ആക്ട് തന്നെ ഉണ്ടായിരുന്നു. അവരെ നല്ലൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുക, ഒരു സോൺ ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് തന്നെ അതിനുള്ളതാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനു മുമ്പുള്ളതായ മാറി വരുന്നതായ തദ്ദേശ സ്വയംഭരണ സ്ഥാന പരാതികൾ. ഇതിനു മുമ്പുള്ള പല മീറ്റിങ്ങുകളും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. കുറെ സൂക്കേടുകൾ HIV എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അതെല്ലാം ഉണ്ടാവുന്നുണ്ട്. സോ അതിൻ്റെ ഒരു അപ്ഡേറ്റിംഗ്, ബേസിക്കലി അത് ഒരു സ്ക്രീനിങ് ചെയ്തത് നല്ലതായിരിക്കും. ആസ് വെൽ ആസ് ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളുടെ അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. മെയിനായിട്ടുള്ളത് അവരുടെ ഒരു ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അവരെവിടെ പോകണം നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അല്ലെങ്കിൽ അവർ വന്നു, ഒരാൾ പോയി, നമ്മൾ അറിയൂല. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടാനായിട്ട് നല്ലതായിരിക്കും. നൂറുകണക്കിന് ആളുകളാണ് പെരുമ്പാവൂർ EMS ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ഈ കോൺക്ലേവിന്റെ ഭാഗമായി പങ്കാളികളായത്. ഓരോരുത്തരും തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകളും പെരുമ്പാവൂരിന്റെ ഇപ്പോഴത്തെ ദുരിതാവസ്ഥയും തുറന്നു പറഞ്ഞു. ഈ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് വലിയൊരു വികസനം സാധ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കോൺക്ലേവിന് നേതൃത്വം നൽകിയ പെരുമ്പാവൂർ എം.എൽ.എ. മനോജ് മൂത്തേടൻ വ്യക്തമാക്കി. നമുക്കൊരു 50 വർഷം കഴിയുമ്പോൾ പെരുമ്പാവൂർ എങ്ങനെയാകും, ഒരു 25 വർഷം കഴിയുമ്പോൾ എങ്ങനെയാകും, ഒരു 10 വർഷം കഴിയുമ്പോൾ പെരുമ്പാവൂർ എങ്ങനെയാകണം എന്നൊക്കെ അങ്ങനെ ഒരു ചെറുതും വലുതുമായിട്ടുള്ള ദീർഘകാലാടിസ്ഥാനത്തിൽ, ഷോർട്ട് ടൈമിൽ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ഏതെല്ലാം വികസന പദ്ധതികൾ വേണം, എന്തെല്ലാം പൊതുവായിട്ടുള്ള ആരോഗ്യ മേഖലയിലാണെങ്കിൽ, ജനക്ഷേമ മേഖലയിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, കുടിവെള്ളവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, ആത്മീയമായി അല്ലെങ്കിൽ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, കലാകായിക സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, അങ്ങനെ ഏതെല്ലാം തലങ്ങളിൽ നമുക്ക് പെരുമ്പാവൂരിന്റെ സാധ്യതകളെയൊക്കെ എങ്ങനെ നമുക്കൊന്ന് വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയാണ്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. The Salt Restaurant, തോപ്പുംപടി, പനമ്പിള്ളി നഗർ, കാക്കനാട്.